അവരുടെ കാട്ടിൽ ലാലേട്ടനും ശ്രീനിയേട്ടനും പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കറക്റ്റ് ഇതെന്ന് പറയുന്നത്. ശരിക്കും ഹോം എന്ന് പറഞ്ഞ സിനിമ ഉർവശി ചേച്ചിയും ശ്രീനിയേട്ടനും ചെയ്യാനിരുന്ന ക്യാരക്ടേഴ്സാണ്. അന്ന് കോവിഡ് സമയമായതുകൊണ്ടും നമുക്ക് നാട് കടക്കാനുള്ള ബുദ്ധിമുട്ട് ഗവൺമെൻറ് ലോക്ക് ചെയ്യുക അതൊക്കെ ചെയ്തുകൊണ്ട് ഉർവശിക്ക് വരാതിരിക്കും മറ്റേ ക്വാറന്റൈനിൽ ഇരിക്കുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നുകൊണ്ട് ടൈമിനെ ബാധിക്കുന്നത് കൊണ്ടുമാണ് ആ ക്യാരക്ടറിനെ എന്നെ വിളിക്കുന്നത്. അവർക്ക് വേറെ പ്രശ്നമുണ്ട്. അവർക്ക് സിനിമ ആക്ട്രസ് ആന്ന് പറഞ്ഞില്ലേ, സൂക്ഷിക്കണം. അതല്ലേ അവര് ദേഹോദരം ചെയ്യുന്നവരും അവര് ഈ സുരേഷ് കൃഷ്ണൻ മുകേഷൊക്കെ ഉപദ്രവിക്കുന്നവരവർ. പുതിയ ആൾക്കാരൊന്നും ഉറപ്പായിട്ട് അവർ ഉപദ്രവിക്കും. ശാരീരിക പീഡനമൊക്കെ കപ്പയാർ എന്ന് പറയുന്ന സിനിമ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ സംഭവിച്ച കുറച്ച് ഇൻസിഡൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പെണ്ണുങ്ങളൊന്നും കയറ്റിയില്ല, എന്നാലും ആ ഓജോ ബോർഡ് എടുത്ത് പറയണം. പെണ്ണുങ്ങളൊന്നും കയറ്റിയില്ല, പക്ഷെ ഓജോ ബോർഡ് ഞങ്ങൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്തതാണ്. വെൽക്കം ടു കൗമുദി മൂവീസ്. ഓക്കെ, സിനിമയുടെ പേര് പോലെ തന്നെ അടിനാശം വെള്ളപ്പൊക്കം ഒരു ഭീകരമായ ഒരു സിനിമയായിരിക്കുമോ? കാരണം നമ്മൾ അടികപ്പിയരെ കൂട്ടമണി കണ്ടിട്ടാണല്ലോ നെക്സ്റ്റ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനത്തെ ഒരു എങ്ങനെ കഥകൾ പോകുന്നത്? അല്ല, ആ ഒരു ജോണറിലുള്ള ഒരു പക്ക ഒരു കോമഡി എന്റർടൈനർ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അടികപ്പേരെ കൂട്ടാമണി ഇപ്പോൾ ഒരു ഒറ്റ ഹോസ്റ്റൽ എന്നുള്ള മാത്രമുള്ളൊരു കഥയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു വലിയൊരു ക്യാൻവാസിലുള്ള ഇതൊരു കോളേജ് ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ 4 പയ്യന്മാരെ ചുറ്റിപ്പറ്റിയാണ്. പക്ഷേ ഫുൾ കോളേജ് മാത്രമല്ല, കുറച്ചുകൂടെ വെളിയിലേക്ക് കഥകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു വൈഡ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഒരു എന്താ പേര് പോലെ തന്നെ ഒരു അടിനാശം ഒരു സ്ലാപ്സ്റ്റിക് എന്റർടൈനർ, കോമഡി എന്റർടൈനർ അത് തന്നെ വരുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ യങ്ങായിട്ട് പോവാണെങ്കിൽ ചേച്ചിക്ക് മിക്കവാറും അമ്മവേഷങ്ങൾ നഷ്ടപ്പെടും. ആര് ഞാൻ പലതേ ഇവന്മാരുടെയൊക്കെ മുമ്പിൽ കൂടെ ഇങ്ങനെയൊക്കെ നടക്കും. വണ്ണം കുറഞ്ഞേ, ഞാൻ മെലിഞ്ഞേ. അപ്പോൾ അടുത്ത ചേച്ചി എൻ്റെ അടുത്ത സിനിമ തുടങ്ങുകയാണ് അടുത്ത മാസം. ഞാൻ ഓക്കേടാ ഇപ്പം വരുന്നതായിരിക്കും. അതെ, ദാരിദ്ര്യപ്പെട്ട ഒരു അമ്മയുടെ വേഷമാണ്. വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അമ്മയുടെ വേഷം. അത്ര ദാരിദ്ര്യ ലുക്കാണോ എനിക്ക്? പല രീതിയിലേക്ക് 25 വയസ്സുള്ളവരും അമ്മയാവുന്നുണ്ട്, 20 വയസ്സുള്ളവരും അമ്മയാവുന്നുണ്ട്. പക്ഷെ ഇത്ര വലിയ അമ്മയാവില്ല കേട്ടോ. ചേച്ചിയുടെ ഒരു കോംബോ ഉണ്ട്, ഒരു ഹസ്ബൻഡ്, ചേച്ചി, 2 ആൺപിള്ളേര്, വലിയ ആൺപിള്ളേർ. അത് ഞാൻ പറയായിരുന്നു. എനിക്കൊക്കെ സിനിമ കിട്ടിയിരിക്കുന്ന മുഴുവൻ ആൺമക്കളാ കിട്ടിയിരിക്കുന്ന മുഴുവൻ, പെൺപിള്ളേര് കുറവല്ല. ഈ അങ്ങനത്തെ ഒരു കോംബോ, ഈ ആൺകുട്ടികളും അമ്മയും തമ്മിലുള്ള ഒരു കോംബോ ഭയങ്കര ഇതാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ എൻ്റെ ലൈഫിൽ പേഴ്സണലി ഞാനും എൻ്റെ മോളും തമ്മിൽ ഭയങ്കര, എൻ്റെ ഫാമിലി മൊത്തം അതെ, ഞാനും എൻ്റെ അമ്മയും തമ്മിലാണ് അടുപ്പം, എൻ്റെ അനിയനും എൻ്റെ അച്ഛനും തമ്മിലാണ് അടുപ്പം. പക്ഷെ പൊതുവെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ആൺപിള്ളേരും അമ്മമാരും തമ്മിൽ ഭയങ്കര കോംബോ ആണെന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് ചിലപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചായിരിക്കും. അങ്ങനെയാണ്. കാരണം ചേട്ടനും മോളാണ്, ചേട്ടനും മോളും തമ്മിൽ അതേപോലെ അങ്ങനെയാണ് സാധാരണ ഒരു കോമ്പിനേഷൻ അങ്ങനെ വരുന്നത്. അല്ലാത്തവരുണ്ട് കേട്ടോ, അല്ലാതെ കുറച്ചുണ്ട്. ഓക്കെ ചേട്ടാ, എക്കോ കണ്ടായിരുന്നു, അപ്പൂട്ടി അടിപൊളിയായിരുന്നു. ഓ താങ്ക് യു. കാരണം ചേട്ടൻ്റെ കുറേ ക്യാരക്ടർ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചേട്ടൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ക്യാരക്ടേഴ്സാണ് നമ്മൾ കാണുന്നത്. എല്ലാം ഭയങ്കര ഡെപ്ത് ഉള്ള എന്തൊക്കെയോ ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ അപ്പൂട്ടി ഉണ്ട്, അതുപോലെ കൂടെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. ഈ സിനിമയിൽ അതുപോലെ തന്നെയാണ്. ഈ സിനിമയെ പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്ര പറയുകയാണെങ്കിൽ ഈ ക്യാരക്ടർ ഒരു വേണമെങ്കിൽ വിഡ്ഢിയായിട്ട് പറയാം. ഓക്കെ, വേണമെങ്കിൽ വില്ലനാണ് പറയാം, സൂത്രക്കാരൻ പറയാം, പിന്നെ കുരുട്ടുബുദ്ധി പറയാം. അത് പറഞ്ഞല്ലോ, എന്നാൽ പാവമാണ്. ഹസ്ബൻഡ് വൈഫാണ്. അപ്പൊ ഇതാണ് ഭാര്യ ക്യാരക്ടർ. കേന്ദ്ര കഥാപാത്രമാണ്. ഭാര്യയോടുള്ള ദേഷ്യമാണ്. ഭാര്യയോടുള്ള ദേഷ്യം എന്ന് വെച്ചാൽ ഭാര്യ, അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ കോളേജാണ് അത് മകൻ ഈ പറഞ്ഞ ഗുണവധികാരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് അച്ഛൻ അത് എൻ്റെ പേരിലേക്ക് എഴുതി വെക്കും. അപ്പൊ ഞാനാണ് ഇപ്പൊ നടത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം പുള്ളിക്കുള്ളതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്തവരാ. എല്ലാം അടിച്ചു പൊളിച്ച് നശിപ്പിച്ച നേരത്തിലൂടെ അങ്ങനെ ഉണ്ടല്ലോ. അതാണ് മരുമോളെ ഏൽപ്പിച്ചത്. അപ്പൊ ആ ഒരു ദേഷ്യം കോംപ്ലക്സ് എപ്പോഴും മൊത്തത്തിൽ കാണിക്കുന്ന ഒരാളായിട്ട് എൻ്റെ ഒരു കഥാപാത്രം വരുന്നത്. ഓക്കെ സജിത്, ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യുന്നത്?
ഭയങ്കര മാന്യനായിട്ട് എന്തിനാ മാന്യനായി? ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരാണ് നമ്മൾ വിളിച്ചു വരുത്തിയത്. അശോകൻ ചേട്ടൻ അടുത്തിരിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ പോടും. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ അടുത്തിരിക്കുമ്പോഴുള്ള ഭവ്യതയാണോ? അതെ അതെ. ആണോ? എന്നാ കുറച്ച് നീക്കണം. ഞാൻ വർഗീസിന് ഞാൻ ഒരുമിച്ച് മാറിയോണിസിൽ പഠിച്ചതാണ്, ട്രിവാൻഡ്രം മാറിയോണിസിൽ. അപ്പോൾ അതിനുശേഷം ഒരു കപ്പേരക്കെട സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ ഈ അഭിനയമോഹം ഞങ്ങൾ എല്ലാവരും സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്സാണ് ഒരുമിച്ചെടുത്ത്. അപ്പോൾ അന്ന് എന്നോട് വർഗീസ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ യാത്രയിൽ സിനിമ മോഹമാണ് മാനെ മാറിയോൻസിൽ എത്തിച്ചതെന്ന് അവൻ എന്നോട് പറഞ്ഞു. കണക്ക് കൂട്ടലുകളൊന്നും അവിടെ ശരിയാകുന്നില്ല. അതെ അതെ, കണക്കൂട്ടലുകളൊക്കെ അതെ. അപ്പം ഈ കപ്പയാർ എന്ന് പറയുന്ന സിനിമ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ സംഭവിച്ച കുറച്ച് ഇൻസിഡൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പെണ്ണുങ്ങളെ ഒന്നും കയറ്റിയില്ല, എന്നാലും ആ ഓജോ ബോർഡ് കളിച്ചതും എടുത്ത് പറയണം. പെണ്ണുങ്ങളൊന്നും കയറ്റിയില്ല, പക്ഷെ ആ ഓജോ ബോർഡ് ഞങ്ങൾ ഫസ്റ്റ് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്തതാണ്. അത് ഭയങ്കര ഹോസ്റ്റലിൽ ഭയങ്കര വിഷയമായതാണ്. അത് കൊട്ടാരക്കരയുള്ള ഒരു പയ്യൻ കോശി എന്ന് പറയും, ഇപ്പം പുള്ളി പള്ളിയിലച്ഛനാണ്. പേടിച്ചിട്ട് ഒരാഴ്ച കൊട്ടാരക്കര രാവിലെ വൈകിട്ട് പോയിട്ട് രാവിലെ കൊട്ടാരക്കരയിൽ നിന്ന് കോളേജിലോട്ട് വരുമായിരുന്നു, ഹോസ്റ്റലിൽ നിൽക്കാൻ വയ്യാണ്ട്. ഞങ്ങൾ വാഴയൊക്കെ വെട്ടി ജനൽ വഴി അകത്തൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് തേർഡ് ഇയേഴ്സ് ഫസ്റ്റ് ഇയേഴ്സിനെ പേടിപ്പിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിക്കണമെന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ നിന്ന കപ്പിയാർ ചെയ്തത് സമയത്ത് ഞാൻ ഗൾഫിലാണ്. ഞാൻ ഒന്ന് വന്ന് അതിനകത്ത് ചെറുതായിട്ടും ഡബ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ ക്യാരക്ടർ. അങ്ങനെയാണ് സിനിമയിൽ വന്നത്. പിന്നെ ഞങ്ങൾ തന്നെ കോളേജിൽ പഠിച്ച അച്യുത് വിനായകൻ്റെ തൃശങ്കു എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഞാൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്. 2023 ഇറങ്ങിയത്. അർജുന അശോകന്റെ അതല്ലേ? അതെ, കൂട്ടുകാരനായിട്ട് അഭിനയിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടം വന്നു. ഇത് സത്യത്തിൽ വേറെ 4 പേരെയാണ് കാസ്റ്റ് ചെയ്തത്. അത് പിന്നെ ഇവിടെ ഡയറക്ടറിന് ചെറിയ രീതിയിൽ അത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പെട്ടെന്നൊരു രാവിലെ നീ ആടാ ഇതിലെ നടൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മോനാണോ? അങ്ങനെയാണോ? അല്ല, മോനെ ശ്രമിച്ച് നടത്തിയില്ല. അതാണ് ഈ സ്നേഹബന്ധം എന്ന് പറയുന്നത്. സിനിമയിൽ പൊതുവെ ഇല്ലാത്തൊരു കാര്യമാണ് വാസ്തവത്തിൽ. പക്ഷേ ചിലർ അവൻ വലിയ ഡയറക്ടറായി വല്ല നടനായി ക്യാമറാമാനായപ്പോഴും നമ്മളിന്ന് തിരിഞ്ഞു നോക്കുന്നതാണ് പറയുന്നത്. അതെ അതെ, പൊതുവെ സിനിമ പറയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ നമ്മളിന്ന് കണ്ടാൽ അവൻ്റെ അറിയത്തില്ല, ജാടയായിപ്പോയി. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. കറക്റ്റ് ആ ബന്ധം അല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞത്. തമാശയായിട്ടും കാര്യമാണ്, ഈ പറഞ്ഞ കാര്യമാണ്. അതാണ് എൻ്റെ ഒരു ഇപ്പം തന്നെ പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷന് ഞങ്ങളുടെ ആ ഒരു ബാച്ചിലുള്ള ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ടെക്നീഷ്യന്മാരും അവർ വന്ന് ഫ്രീ ആയിട്ട് വന്ന് നിന്ന് വർക്ക് ചെയ്യുകയാണ് ഇതിനകത്ത്. അവർ പ്രത്യേകിച്ചൊന്നും റോൾ ചെയ്യുന്നില്ല, ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ വർഗീസിൻ്റെ അല്ല, മാറിയോനിസ് കോളേജിൽ ഈ പറയുന്ന പോലെ പഠിച്ച കുറേ ഫ്രണ്ട്സൊക്കെ ഈ സിനിമ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് മാറിയോനിസിൽ ഒരുമിച്ച് പഠിച്ചു. ഇപ്പം നേരത്തെ ചേച്ചിയും ചേട്ടാ മാത്രം ഇല്ലാത്തുള്ളൂടെ നമ്മൾ പാവങ്ങളിനകത്തൊന്നുമില്ല. അല്ല, ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വർഗീസിലെ ഡയറക്ടർ ഉണ്ടാവാൻ കാര്യം അശോകൻ ചേട്ടനും ജഗദീഷ് ചേട്ടനും മുകേഷ് ചേട്ടനും ഒക്കെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഴയ സിനിമകളുടെ ഒരു ക്രേസി ഫാനാണ് വർഗീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര കാലം മുന്നോട്ട് പോയാലും ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു ടൈപ്പ് കോമഡി സിനിമകളാണ് എൻ്റെ മനസ്സിൽ. അതുവരെ വന്നിരുന്ന മലയാളം ജോണർ സിനിമകളെ മാറ്റിയ ഒരു മൂവിയാണ് ഇൻ ഹരിഹർ നഗറൊക്കെ. ഇപ്പൊ ഇവരൊക്കെ വന്നത് അതൊക്കെ ആയിരുന്നോ? അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കോമഡി സിനിമകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ പറയുന്ന പോലെ പ്രിയദർശൻ സാറിൻ്റെ സിനിമകൾ, സിദ്ദിഖ് ലാൽ സാറിൻ്റെ സിനിമകൾ, ഇതുപോലുള്ള സിനിമകളാണ്. ഒരു ഗ്രൂപ്പ് കോമഡി ഉണ്ടല്ലോ, ഗ്രൂപ്പ് കോമഡി. ഇപ്പോൾ ഓർഡർ തമ്മ വളരെ മഴ പെയ്യുന്നു, ബത്തലം കൊട്ടുന്നു, ഇൻ ഹരിഹർ നഗർ, പിന്നെ അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. അപ്പം അതൊക്കെ ആണ് പെർഫെക്റ്റ് നമ്മുടെ ഒരു എക്സാമ്പിൾസ് എന്ന് പറയുന്ന കോമഡി. ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള മൂവീസും അങ്ങനത്തെ മൂവീസാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു കോമഡി എൻ്റർടൈനേഴ്സ് അല്ലെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി ടൈപ്പ് സാധനങ്ങൾ. അപ്പോൾ എല്ലാം അങ്ങനെ കോമഡി എല്ലാം സിറ്റുവേഷണൽ കോമഡി അല്ലാത്തതെല്ലാം ഉണ്ട്. എന്നാലും അപ്പോൾ അങ്ങനത്തെ സിനിമകളൊരു താല്പര്യമുണ്ട്. അപ്പോൾ കപ്പ്യാരായാലും നമ്മൾ എടുത്തപ്പോഴൊക്കെ അതിൻ്റെ ഒരു ഇതായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. ഒക്കെ എങ്ങനെ അവരെ പോലെ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. എന്നാലും മനസ്സിൽ ഇഷ്ടമുള്ള സിനിമകൾ അങ്ങനത്തെയാണ്. ഇപ്പോൾ അതേപോലത്തെ ഒരു സെയിം ഒരു ജോണർ തന്നെയാണ് അടിനാശം, വെള്ളപ്പൊക്കം പരിപാടിയൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു ഇപ്പം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പേര് പറഞ്ഞിങ്ങനെ എന്തുകൊണ്ട് പിന്നെ മറ്റേ കപ്പ്യാരിൽ ഇപ്പം എന്നെ വിളിച്ചില്ല? അതിൽ മുകേഷ് ചേട്ടനെ വിളിച്ചു. ചോദ്യമല്ലോ, അതെ, മുകേഷ് ചോദ്യമാണത്. അത് ചോദ്യം ഓരോ സിനിമയിൽ മുകേഷ് വിളിച്ചു. ഉറിയടിക്കകത്ത് സിദ്ദിഖ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു.
cover ചെയ്യും. ഓരോരുത്തരെ പിടിച്ചോണ്ടിരിക്കുക. മൊത്തം അങ്ങനെ കവർ ചെയ്യും നമ്മള്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മഞ്ജു ചേച്ചിയുടെ ഒരു കരിയർ ജേണി നോക്കുമ്പോഴേ ഏറ്റവും ഇപ്പൊ മഴയത്ത് മുൻപേ അഞ്ജനയൊക്കെ ചെയ്തു, അതുപോലുള്ള കുറെ കഥാപാത്രങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാൾ മാറി നിന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു സൂപ്പർ ആക്ട്രസും ഒരു സൂപ്പർ മമ്മും ഒക്കെ ആയിട്ടാണ് തിരിച്ചു വന്നത്. ഇപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എന്താണ് തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത്? ആ ഒരു ഫീലിങ്സ്? അല്ല, തിരിച്ചു വന്നപ്പോഴാണ് സൂപ്പർ ആക്ട്രസ് എന്ന് തോന്നുന്നത്, അതിന് മുമ്പല്ലേ? അതിന് മുമ്പാണ്, അതല്ല പറഞ്ഞത് ന്യായമല്ലത്. അല്ല, നേരത്തെ ചേച്ചി അതായത് ഇപ്പോ ഒരു പെങ്ങളായിട്ട് ഒരു ഇച്ചിരി റോളൊക്കെ ചെയ്തു, തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടിയത് കുട്ടിയമ്മ, രമ പോലെ ഭയങ്കര നമുക്ക് ഓർത്ത് വെക്കാനുള്ള കുറെ കഥാപാത്രങ്ങൾ. എടാ, എല്ലാത്തിനും ഈ പറയുന്ന പോലെ മറ്റേ നാളുടെ കാട്ടിലെ ലാലേട്ടനും ശ്രീനിയേട്ടനും പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കറക്റ്റ് ഇതെന്ന് പറയുന്നത്. കാരണം നമുക്കൊരു സ്പേസ് കിട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് എത്തിപ്പെടുകയും നമ്മുടെ സമയമാവുകയും അതിലേക്ക് എത്തിപ്പെടുകയും അത് നമ്മുടെ സമയമാണ്, എല്ലാം നമ്മുടെ സമയമാണ്. ഇപ്പോ ചില സമയത്ത് കണ്ടിട്ടുണ്ടോ, ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവാനുള്ള ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ പടം ഹിറ്റാവും, സൂപ്പർ ഹിറ്റാവും. അപ്പോൾ ചിലവർ പറയും ഇതിൽ ഇത്രയും മാത്രം എന്താ ഉള്ളത്, പക്ഷെ ആ പടം ഹിറ്റായിരിക്കും. അത് സമയമാണ്. അത് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. എന്നാൽ എത്രയോ നല്ല സിനിമകൾ പെട്ടിയിലിരിക്കുന്നു, ഹിറ്റാവാതിരിക്കുന്നു. അത് ചിലവരുടെ സമയവും. നല്ല പടമാണെന്ന് പറഞ്ഞിട്ട് പല പടങ്ങളും കളക്ട് ചെയ്തിട്ടില്ല. നല്ല പടം എന്ത് നല്ല മൂവിയാണല്ലോ. ചില പറയാം എങ്ങനെ ഈ പടം കളക്ട് ചെയ്ത് ചോദിക്കും ചിലർ. അങ്ങനെയുണ്ട് സംഭവം. അത്രേ ഉള്ളൂ. അതെ, മഞ്ജു വേറൊരു കാര്യമുണ്ട്. തമിഴിൽ കമലഹാസന്റെ പടത്തിൽ അഭിനയിച്ചാണ് ഫുൾ ലെങ്ത്. അത് നിസ്സാര കാര്യമാണോ അത്? മന്മഥനം പോലൊരു സിനിമ ചെയ്തിരുന്നു. അതൊക്കെ ഈ പറഞ്ഞ പോലെ ബൈ ചാൻസ്. അത് കോവേസറുള്ള പുള്ളിക്കാരി ചെയ്യാനിരുന്ന ക്യാരക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ബിന്ദു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിന്ദു പണിക്കർ. ആ സമയത്ത് ബിന്ദു ചേച്ചിക്ക് എന്തോ പോകാൻ പറ്റാതിരുന്നപ്പോൾ കുഞ്ചേട്ടൻ ആ സമയത്ത്, എൻ്റെ സമയമാണ് അതാണ്, കുഞ്ചേട്ടൻ ആ സമയത്ത് മകളുടെ കല്യാണം വിളിക്കാൻ കമൽ സാറിൻ്റെ അടുത്ത് പോവുകയും കമൽ സാറ് ഈ കാര്യം സംസാരിക്കുകയും ചെയ്തപ്പോൾ കുഞ്ചേട്ടനാണ് പറയുന്നത് ഇങ്ങനൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ കമൽ സാർ അഭിനയിച്ചിട്ടുണ്ട്, എസ് പി പിള്ളയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എസ് പി പിള്ളയുടെ കൊച്ചുമോളാണെന്ന് പറഞ്ഞപ്പോൾ ആണോ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുറച്ച് ക്ലിപ്പിംഗ് ഇത് യൂട്യൂബിൽ വന്ന കുറേ സിനിമകളുടെ ഇതൊക്കെ കാണിച്ചപ്പോൾ എന്താ വിളിക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം എന്നെ രാവിലത്തെ ഫ്ലൈറ്റിന് പോകുന്നു, വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ചെന്നൈ തിരിച്ചു വരുന്നു, ഫിക്സ് ആക്കുന്നു. ഇങ്ങനെയാണ് അതിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെയാണ് ഓരോ നിമിത്തങ്ങളാണ്, ഓരോ സമയമാണ്. കോവിഡ് സമയത്ത് തന്നെ ഞാൻ ശരിക്കും ഹോം എന്ന് പറഞ്ഞ സിനിമ ഉർവശി ചേച്ചിയും ശ്രീനിയേട്ടനും ചെയ്യാനിരുന്ന ക്യാരക്ടേഴ്സാണ്. അന്ന് കോവിഡ് സമയമായതുകൊണ്ടും നമുക്ക് നാട് കടക്കാനുള്ള ബുദ്ധിമുട്ട് ഗവൺമെൻറ് ലോക്ക് ചെയ്യുക അതൊക്കെ ചെയ്തുകൊണ്ട് ഉർവശിക്ക് വരാതിരിക്കും, മറ്റേ ക്വാറന്റൈനിൽ ഇരിക്കുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നുകൊണ്ട് ടൈമിനെ ബാധിക്കുന്നത് കൊണ്ടുമാണ് ആ ക്യാരക്ടറിനെ എന്നെ വിളിക്കുന്നത്. ഇപ്പൊ സിനിമ പറയുന്നത് ഒരു ഡ്രഗ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് എന്ന് പറയുന്നുണ്ട്. അതിന് മുൻപ് ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള ഒരു ആശയം എപ്പോഴായിരുന്നു വന്നത്? സിനിമ തിയേറ്ററിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നതിന് മുൻപ് ഈ ഷോർട്ട് ഫിലിം പ്ലേ ചെയ്യും. തിയേറ്ററിൽ എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമകൾക്ക് മുമ്പായിട്ട് ഈ ഷോർട്ട് ഫിലിം സെലക്ട് ചെയ്ത ഷോർട്ട് ഫിലിം അത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അത് പിന്നെ അങ്ങോട്ട് ത്രോട്ട് ഉണ്ടാവും ആ രീതിയിൽ. അപ്പോൾ അതൊരു നമ്മൾ എന്താ പറയുക, നമ്മൾ സിനിമയിൽ ഒരു ഡ്രഗ്സിൻ്റെ ഒരു എലമെൻറ്റ്സ് ഒരു കഥയായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരിക്കലും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിൻ്റെ വേറെ എന്താ അതിൻ്റെ ഈ പറഞ്ഞ പോലെ അതിനെ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ക്യാമ്പയിൻ പോലെ നമ്മൾ ആലോചിച്ചതാണ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പുതിയ എന്താ പറയുക ഫിലിം മേക്കേഴ്സിന് ഫിലിം ഒക്കെ നമുക്ക് അതിലൂടെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് അതൊരു സന്തോഷമാണ്, താല്പര്യമാണ്. പുതിയ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലും അവർക്കും എല്ലാം കൊണ്ടും നല്ലൊരു ആശയമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ അവർ ഓക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മളത് അനൗൺസ് ചെയ്തത്. ചേച്ചി സമ്മേളനത്തിൽ പറയുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം തന്നെ അത് അഡ്രസ് ചെയ്യണം എന്ന് ഓർത്തിട്ട് തന്നെ. അതെ, അഡ്രസ് ചെയ്ത് അത് നമ്മുടെ പടത്തിൽ നമ്മൾ എല്ലാ പടത്തിലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പടത്തിലൊരു തീമും അതിനെ ബേസ് ചെയ്തിട്ട് ആയതുകൊണ്ടും കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ വെക്കാൻ പറ്റിയത്. ഓക്കെ, ഇത് എപ്പോഴും യൂത്തിന്റെ കഥകളാണല്ലോ പറയുന്നത്. അപ്പൊ ഈ അച്ഛനമ്മ എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് ഇവരെ തന്നെയാണോ ഓർമ്മ വന്നത്? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ കണ്ട് വളർന്നതൊക്കെ ഈ ഇവരുടെയൊക്കെ സിനിമകളാണല്ലോ. പണ്ടത്തെ ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പോഴേ നമ്മുടെ മനസ്സിലൊരു സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് നമ്മൾക്കൊരു മനസ്സിലൊരു ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആര് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓടി വരുന്ന ഇതുപോലുള്ള പഴയ
ആക്ടേഴ്സ് ആണ് മനസ്സിലായി. അത്ര പഴയതൊന്നുമല്ല. ആ വല്ല നീ അങ്ങനെ പറഞ്ഞ് നീ അങ്ങോട്ട് പഴയതാ. അങ്ങനെ കുറേ നേരമായി കുറേ നേരമായി. പഴയ അങ്ങനല്ല, ഓൾഡ് ഈസ് ഗോൾഡ് എന്നില്ലേ. അങ്ങനെ അത്ര ഗോൾഡ് ആവണ്ട, എനിക്ക് സിൽവർ ആയാൽ മതി. ഇരുത്തം വന്ന കലാകാരന്മാർ സിൽവർ ആയാൽ മതി എനിക്ക്. വേറെ പേര് വന്നിട്ടുണ്ട്, വിന്റേജ് ആക്ടേഴ്സ്. വേറെ ഞങ്ങളുടെ കഴിഞ്ഞ ഒരു പടത്തിൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞപ്പോൾ പ്രൊമോഷൻ എടുത്തപ്പം വിന്റേജ് വിന്റേജ് ആക്ടേഴ്സ്. ഓ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണോ അല്ലെങ്കിൽ അല്ല സന്തോഷത്തിന് അങ്ങനെ വിന്റേജ് ആക്ടേഴ്സ് അങ്ങനെയൊന്നുമില്ല, ആക്ടേഴ്സ്. അത് ഈ വിന്റേജ് ആക്ടേഴ്സ് പറഞ്ഞാൽ അതുപോലെ നമ്മൾ വിന്റേജ് കാറുകളൊക്കെ ഇല്ലേ, 1935 കാറ്, 1925, 1910 പഴയ ഫോർഡും അങ്ങനെയൊക്കെയുള്ള സംഭവം. അത് എന്ന് പറയുന്ന പോലെ ചേട്ടൻ തിരികെ 10-20 വർഷം 30 വർഷം പുറകിൽ ഞങ്ങൾ കുറെ പേര് വിന്റേജ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനില്ല. ആ കാറ്റഗറിയില്ല. അല്ല അത് നമുക്ക് പിന്നീട് വന്നതുകൊണ്ടാണ് അങ്ങനെ കുറെ പേര്. ടൈം ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ? ഈ പടത്തിനകത്ത് അശോകൻ ചേട്ടൻ്റെ ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ അത് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇരുന്ന് ചിരിക്കുന്ന മോട്ടറിന്റെ പിന്നില് വർഗീസാണ്. ഞാൻ പറഞ്ഞു നീ ഇത്രയും ആസ്വദിക്കുന്നത്, ഞാൻ പറഞ്ഞു നമ്മള് TV കണ്ട ആൾ ഇത്രയും അടുത്തിരുന്ന് ഇത് കാണിക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. അല്ല അത് ശരിയാ. കാരണം ഇപ്പൊ എനിക്കാണെങ്കിലും അതെ, എനിക്കങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ വരുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ. അപ്പൊ ഇവരെ നമ്മളും അങ്ങനെ കണ്ടത്, നമുക്കിങ്ങനെ അടുത്ത് കാണുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ഫീലിങ്സ് തന്നെയാണ്. അത് കറക്റ്റ് ആയിട്ട് അനുഭവിച്ചല്ലേ? അതെ തീർച്ചയായിട്ടും. കഴിയുന്നവരെ ഞാൻ അശോകൻ ചേട്ടൻ്റെ അടുത്ത് പോയിട്ടില്ല. അത് ഇപ്പൊ വന്നപ്പോ മുതൽ അശോകൻ ചേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതാ പേടിച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കണേ, ഒന്നും ചെയ്യില്ല പാവ. ഒരു ഉപദ്രവമില്ലാത്ത ഒരു പേടിക്കണ്ട ആവശ്യം. പേടിയല്ല, അതൊരു എന്താണ് പറയുന്നത്, അങ്ങനെ ഞാൻ വെറും ഒരു ഉപദ്രവകാരിയാണ്. ഉപദ്രവകാരിയോ? അല്ല അങ്ങനെ ഒരു സാധനം തോന്നാൻ എന്താ? നിങ്ങൾ ഒരുമിച്ച് സീൻസ് തരുന്നുണ്ടോ? ഉണ്ട്. എന്നിട്ടും പേടി മാറിയില്ല? അത് എല്ലാവരും എന്റെ ഫസ്റ്റ് പടത്തിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം. അശോക് ചേട്ടൻ ഉണ്ടായിരുന്നു. സുരേഷ് കൃഷ്ണ ഉണ്ടായിരുന്നു. അപ്പോഴും പേടിയായിരുന്നു. ആ പുള്ളിക്ക് പുള്ളിയെ ഞാൻ ഒരു സീൻ വന്നപ്പോ എന്നോട് തലേദിവസം വിളിച്ചു പറഞ്ഞു, ഡയലോഗ് ഇച്ചിരി ലെങ്തി ഡയലോഗ് എന്നോട്. അപ്പൊ ഞാൻ തലേദിവസം അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ചു പറഞ്ഞു, എല്ലാം കാണാൻ പഠിക്കണം, നാളെ സീനിയർ ആക്ടേഴ്സാണ് വരുന്നത്, ഒരുപാട് റീടേക്ക് ഒന്നും എടുപ്പിക്കില്ല. എൻ്റെ അപ്പോഴേ ഉറക്കം പോയി, ഞാനിരുന്ന് രാത്രി മുഴുവൻ ഇതിങ്ങനെ കാണാൻ പഠിക്കുക. വെളുപ്പിന് വന്നപ്പോൾ ഈ മുഴുവൻ വെട്ടി ഇവർ പുതിയ ഏതാണ്ട് എഴുതി വെച്ചേക്കുക. അതെ. അപ്പം ഞാനിങ്ങനെ നടന്നു വന്നപ്പം ചേട്ടനെ വന്നിട്ട് ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു അയ്യത്താണ് നിൽക്കുന്നത്. അവിടുന്ന് നടന്ന് ചേട്ടൻ നേരെ മുറ്റത്ത് വന്ന് നേരെ എൻ്റെ നേരെ നടന്നു വരുന്ന സീനാണ്. ഞാൻ നോക്കിയോ അയ്യത്ത് നിന്ന് സുരേഷ് ചേട്ടൻ രണ്ടാമത്തെ കാലിൽ മുറ്റത്ത് വെച്ചു. ഞാനിങ്ങനെ നോക്കുക, എന്നോട് പറഞ്ഞു പേടിക്കുന്നതായിട്ട് അഭിനയിച്ചോളാം. ഞാൻ പറഞ്ഞു അഭിനയിക്കൊന്നുമില്ല, ഈ നടന്നു വരുന്ന കണ്ട് തന്നെ ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു. അശോകൻ ചേട്ടനെ കണ്ട് അങ്ങനെയുള്ള പേടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അശോകൻ ചേട്ടൻ വന്നിരുന്നപ്പോഴേ ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് റൗഡികൾ 3 ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, നേരം നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ അല്ലല്ല ഞങ്ങളെ നോക്കി മഞ്ജു ചേച്ചി അതിന് കാരണം. മഞ്ജു ചേച്ചി അതാണ് ഈ നിരം നിൽക്കുന്ന 3 കണ്ട ഇവനെ കണ്ട എന്തെങ്കിലും നിഷ്കളങ്കത ഉണ്ടോ? ഇവന്മാരെല്ലാം കള്ള ലക്ഷണം, ഇവനൊക്കെ ഫ്രോഡാന്നൊക്കെ പറഞ്ഞു. അവർക്ക് വേറെ പ്രശ്നമുണ്ട്. അവർക്ക് സിനിമ ആക്ട്രസ്സാന്ന് പറഞ്ഞില്ലേ, സൂക്ഷിക്കണം. അതല്ലേ അവര് ദേഹോദരം ചെയ്യുന്നവരും അവര്. ഈ സുരേഷ് കൃഷ്ണൻ മുകേഷൊക്കെ ഉപദ്രവിക്കുന്നവരവര്. പുതിയ ആൾക്കാരൊന്നും ഉറപ്പായിട്ട് അവർ ഉപദ്രവിക്കും. ശാരീരിക പീഡനമൊക്കെ അവർ ചെയ്യുന്നത്. അതാ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കണ്ടോ, ഇതാ ഞാൻ മിണ്ടാത്ത. ഇതോ ഞാൻ ഏതെങ്കിലും സെറ്റ് ചെന്ന് കേറുമ്പോ അറിയാലോ. ഇനി എന്നെ ആരും വിടാൻ ഒരാളുണ്ട്. ജഗദീഷ് ജഗദീഷേട്ടൻ്റെ അടുത്ത് വിട്ടുകൊടുത്തത് പോയി ഒന്ന്. എനിക്കൊരു അടുത്ത സിനിമയിൽ ജഗദീഷ് ചേട്ടനായിരിക്കും അല്ലേ കാസ്റ്റ്? കാരണം മുകേഷ് ചേട്ടൻ അശോകൻ ചേട്ടൻ അടുത്തത് അങ്ങനെയാണല്ലോ അതിന്റെ ഒരു പരിചയപ്പെടുത്തി തരാം. അല്ല നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സമയത്തെ ഇതുപോലെ എന്തെങ്കിലും ഒരു സീൻസ് ഒക്കെ ഉണ്ടായോ? എന്താണ് പേടി വീട് അത് മതി. അല്ല ഇപ്പൊ നമ്മള് ഇവരെ അഭിനയങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ആളുകളല്ലേ, അപ്പൊ ഇംപ്രവൈസേഷൻ ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് ഇതിനകത്ത് ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കുന്ന സഞ്ജയ് എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു ലീഡിങ് ക്യാരക്ടർ ചെയ്തേക്കുന്ന സഞ്ജയാണ്. സഞ്ജയ് ഉണ്ട്, പിന്നെ വിനീത്, പിന്നെ പ്രിൻസ്. ഞങ്ങൾ ഇത് 4 പേരാണ്. ഈ 4 പേരിൽ വിനീതുമായിട്ട് ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീനില്ല. മഞ്ചേച്ചിയുടെയും അശോകേട്ടൻ്റെയും കൂടെ ഉള്ളത്. അപ്പം ഇവനായാലും സഞ്ജയ്ക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതിലുപരി ഇതെന്താണെന്ന് അറിയാൻ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നു നോക്ക് അവർ അഭിനയിക്കുന്നുണ്ടോ,
അവരത് നോക്കുന്നുണ്ടോ ഇത് നോക്കുന്നുണ്ട്, ഇങ്ങനെ വേണോ അല്ലേ, നമ്മളൊന്നും 5 വർഷം തേക്കത്തില്ലേ എന്നോട് ചേച്ചെന്ന് പറയും. അപ്പോൾ അശോകൻ ചേട്ടൻ ഈ ഡയലോഗ് ഇരുന്ന് പഠിക്കുന്ന കാണാം. മഞ്ചേച്ചി ആണെങ്കിൽ ഓൾറെഡി അവിടെ ഇരുന്ന് ആ ഷോട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് മഞ്ചേച്ചി ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മൾ മുഖത്തോട്ട് നോക്കി, നിന്നെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷയില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ നോക്കുന്നത് ഇത് പറയുന്നേ. അപ്പോൾ പിന്നെ ഈ ഡയലോഗുകൾ പറയുന്നത്. അതുപോലെ അശോകൻ ചേട്ടനായാലും ഭയങ്കര റിലാക്സ്ഡ് ആണ്, പക്ഷേ ഇവർ എല്ലാവരും നോക്കിയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഈ വെളിയിരുന്നിട്ട് സുഖമായിട്ട് പറയാം ആ സിനിമയിൽ ചെയ്തത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ അതിനകത്ത് ചെയ്തത് കൂടിപ്പോയെന്നൊക്കെ പറയാൻ ഭയങ്കര ഈസി. അവിടെ പോകുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അശോക് ചേട്ടൻ ഒറ്റ ഡയലോഗ് ഞങ്ങളെ നോക്കി പറഞ്ഞുള്ളൂ, 3 റൗഡികൾ നിൽക്കുന്നുണ്ട്, ഇവന്മാരെ സൂക്ഷിക്കണം. ഞങ്ങൾ അന്ന് പിന്നെ അശോക് ചേട്ടൻ ചായ കുടിക്കുന്നിടത്ത് പോലും ഞങ്ങൾ പോയിട്ടില്ല. ചായ പോലും കുടിച്ചിട്ടില്ല. അശോക് ചേട്ടൻ ലാസ്റ്റ് ഡേയില് ഫോട്ടോ എടുത്തപ്പോ ഞങ്ങൾ കൂടെ ഇന്ന് ഫോട്ടോ എടുത്തു. സീൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഓഫീസ് റൂമിനകത്ത് വെച്ചുള്ള കവലയിലുണ്ട്. കവലയിലുണ്ട് അശോകൻ ചേട്ടൻ. മറ്റേ ഷൈനും എല്ലാവരും അല്ലേ? അതെ തല്ലുകൂടുന്നല്ലേ? ഷൈൻ ചേട്ടന്റെ ക്യാരക്ടറും കൂടെ ഒന്ന് പറയാൻ തോന്നുന്നു അല്ലേ? ഇവിടെ കറക്റ്റ് ആയാലും അതാ മിസ് ചെയ്യുന്നത്. പുള്ളിയുടെ ക്യാരക്ടർ ഒരു കൊളമ്പനാട്ട് വഴി സണ്ണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതായത് ഈ പറഞ്ഞ മോട്ടിവേഷണൽ സ്പീക്കർ, ഈ പറഞ്ഞ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കോളേജ് ആനുവൽ എക്സാം വരികയാണ്. എക്സാം വരുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രിൻസിപ്പൾ നേരിട്ട് വിളിച്ച് വരുത്തുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പിള്ളേർക്ക് ഈ പറഞ്ഞ കരിയർ ഗൈഡൻസ് അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല. പറയാൻ പാടില്ല. അങ്ങനെയാണ് കഥയുടെ കാര്യങ്ങൾ പോകുന്നത്. മഞ്ജു ചേച്ചി അതിനകത്ത് ഞാൻ ഓർത്ത് പ്രിൻസിപ്പൾ ആണെന്ന്. ഞാൻ ടീച്ചർ കുറച്ചേ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത് ഇരിക്കുന്നുണ്ടപ്പോ ഒരു ഭയങ്കര മോഡയൊക്കെ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൾ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു. ആണോ? ഞാൻ ഓർത്ത് കോളേജിന്റെ ഓണർ, പ്രിൻസിപ്പളൊക്കെ വേറെ ഉണ്ടാവുന്നു. കോളേജിന്റെ ഓണറാണ്. ഓണർ എന്ന് വെച്ചാൽ എന്റെ പേരിൽ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. എന്റെ അമ്മായിപ്പൻ, അതായത് ഭർത്താവിന്റെ അച്ഛൻ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. അത് പുള്ളിയുടെ കയ്യിലിരിപ്പ് കാരണം. പിന്നെ പ്രിൻസിപ്പളാണ് ഞാൻ തന്നെയാണ് കോളേജ് നടത്തുന്നതും ഞാൻ തന്നെയാണ്. ഇച്ചിരി ആറ്റിറ്റ്യൂഡുള്ള ഒരു ടെററായിട്ടുള്ള പ്രിൻസിപ്പലാണ്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വിളിക്കുമ്പോഴേ ഞാൻ ആദ്യം ക്യാരക്ടർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി സ്ക്രിപ്റ്റ് തന്നു വിട്ട് ഞാൻ ദുബായിലിരുന്ന ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. വായിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വിളിച്ചു ഞാൻ ചെയ്യണോ വർഗീസേന്ന് ചോദിച്ചു ഇങ്ങനെ. കാരണം ഇതിനകത്ത് ആക്ച്വലി നമുക്ക് വായിക്കുമ്പോൾ പ്രിൻസിപ്പലിനൊന്നും ചെയ്യാനില്ല ആക്ച്വലി വായിക്കുമ്പോൾ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ. പക്ഷെ പെർഫോമൻസ് വൈസ് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പം ആണ് മനസ്സിലാവുന്നത് ഉണ്ട് ഇതിനകത്ത് ഇവന്മാരാണ് മെയിൻ. പിന്നെ ഞങ്ങളുടെ ഒരു മകളുണ്ട്, മകളും സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ കോളേജിൽ തന്നെ. അപ്പോൾ അതിനകത്ത് കുറേ ഈ പറഞ്ഞ പോലെ റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറേ ഇന്റർ കണക്ഷൻസ് ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സ് തമ്മിൽ. അപ്പോൾ അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ചെയ്ത് കഴിയുമ്പം ഓക്കെ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇറ്റ്സ് എ ഗുഡ് ക്യാരക്ടർ. നമ്മുടെ കരിയർ ജേണിയിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. പ്രധാന കഥാപാത്രം ഉണ്ട്. ലേഡി ക്യാരക്ടേഴ്സ് ഹീറോയിൻസ് എന്ന് പറയാൻ വേറെ ഇല്ല. ക്യാരക്ടേഴ്സ് എലിസബത്ത് എന്ന് പറയുന്ന ആളാണ് മഞ്ചേച്ചിയുടെ മോളായിട്ട്. അവര് ഈ പിള്ളേരുടെ ഈ 4 ആൺപിള്ളേരും അവളുമാണ് ഗ്യാങ് വരുന്നത്. കാരണം പറയുന്നില്ല, ബാക്കി പറയാൻ പറ്റില്ല. ഓക്കെ, ചേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ഇഷ്ടമായോ അപ്പൊ തന്നെ? വർഗീസ് കഥ പറഞ്ഞിട്ടൊക്കെ അതായത് 10 ദിവസത്തെ വർക്കും വളരെ പ്രധാനപ്പെട്ട വേഷമൊന്നും അല്ല, അങ്ങനല്ല. പക്ഷേ ഒരു ശ്രദ്ധിക്കുന്ന കഥാപാത്രമാണെന്നോട് പറഞ്ഞു. അങ്ങനെ ആ സീനുകളൊക്കെ പറഞ്ഞു. കഥയില്ല ആദ്യം പോലെ എന്നോട് പറഞ്ഞു, ഫോണിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടോട്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അല്ല, ഇതിലൊരു ഇത് സംഭവം എന്താ അറിയോ, ചില ക്യാരക്ടേഴ്സ് ഡയറക്ടേഴ്സിന്റെ മനസ്സിൽ ചില ക്യാരക്ടേഴ്സ് വരുമ്പം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലവർ ചെയ്യുമ്പോൾ ഇംപ്രവൈസ് ചെയ്തിട്ട് അത് ആ സിനിമയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് മാറും. അയ്യോ, ഈ ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് അത് മോശമായതിന്. അങ്ങനെ വരുന്ന ചില ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അശോകേട്ടൻ. എനിക്ക് തോന്നുന്നു ചേട്ടൻ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എക്കോ കണ്ടോന്നല്ല, എനിക്ക് അതിനകത്തും ചേട്ടൻ ഇല്ലാതെ ആ സിനിമ ആലോചിക്കാൻ പറ്റുന്നില്ല. അത് അത്രയും അത് രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധീരൻ സിനിമയ്ക്ക്, തലവര സിനിമയ്ക്കകത്ത് തലവരയും ധീരൻ എല്ലാം രസമുള്ള. ചേട്ടൻ സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെയാ വരുന്നത്? നോക്കി എടുക്കുന്നതാണോ ഇതൊക്കെ? അത്യാവശ്യമൊക്കെ ഇപ്പൊ നോക്കും. അങ്ങനെയാണ്. ഇതുപോലൊക്കെ നമ്മള് 4 കാലൊക്കെ നിക്കണ്ടേ. എല്ലാ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. ഇത്തിരി ശ്രദ്ധിച്ചൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട്.
എൻ്റെ അടുത്ത് ഈ സിനിമ ചെയ്യാൻ നേരത്ത് വർഗീസ് ആദ്യം പറഞ്ഞു എനിക്ക് സിനിമ ചെയ്യാനുള്ളൊരു കാര്യം കൂടി അതാണ്. അപ്പൊ അത്രയും നാള് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഈ ദാരിദ്ര്യമുള്ളൊരു അമ്മ ഫേസ്, കഷ്ടപ്പാടൊക്കെ. അപ്പൊ ഇതിൽ വന്നപ്പോൾ ഞാൻ ഏകദേശം ഓക്കെ പറഞ്ഞപ്പോഴേ അപ്പോഴും രണ്ട് മനസ്സിൽ നിൽക്കുവാ ഞാൻ. അപ്പോഴേ വർഗീസ് പറഞ്ഞു, ചേച്ചി നമുക്കിതിൽ ക്യാരക്ടറിൻ്റെ ഒരു അറ്റരം നമുക്ക് അങ്ങനെ സാധാരണ ഒരു പ്രിൻസിപ്പൽ ആ ഒരു ലുക്ക് വേണ്ട. കാരണം പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോഴേ മറ്റേ കൊണ്ടക്കെട്ടും കെട്ടി സാരിയൊക്കെ ഇതൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് അത് വേണ്ട, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ നമുക്ക് എന്നാ വേണ്ടേ ഡേറ്റ് എന്നാ വേണ്ടി അപ്പോഴേ പറഞ്ഞു. കാരണം സിനിമയിൽ ഈ അടുത്ത് ചെയ്ത സിനിമകളിൽ ആദ്യമായിട്ടോ ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് ഞാൻ ചെയ്യുന്നേ. ആ നല്ല ഇവിടെ പറ്റൊരു പക്ഷെ നര മാത്രമാണ് ഒരു 2 നര ഇട്ടായിരുന്നു. കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി മുടി വെച്ചിട്ട് കേൾ ചെയ്ത് മുടി വെച്ചിട്ട് നല്ല നീറ്റായി ഡ്രസ് ചെയ്ത് ചുരിദാറൊക്കെ ഇട്ട് ഹെയർ സ്റ്റൈൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് അതായിരുന്നു എന്റെ മനസ്സിലുള്ള പ്രിൻസിപ്പൽ. നല്ല നന്നായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ എന്നെ നരപ്പിച്ചും വിട്ടു. അതേപോലെ അങ്ങ് തീർത്ത് ഇവിടെ ഇവരൊക്കെ കറക്റ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഡയറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ യങ് ആയിട്ട് വരുമ്പോ നിങ്ങൾ കൊണ്ടുപോയി ഭയങ്കര വയസ്സന്മാരാക്കിയിട്ടാണ് ചെയ്യുന്നത്. ആർക്കും എന്നെ അങ്ങോട്ട് യങ് ആയിട്ട് കാണാൻ ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ സിനിമ എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.